കേരളം ഉദ്വേഗപൂർവം നോക്കിക്കാണുന്ന ഒരു മത്സര ചിത്രമാണ് വടകരയിലേത്. വടകര ലോക്സഭാ മണ്ഡലം കടത്തനാടൻ മണ്ണാണ്. ആ മണ്ണിൽ അംഗച്ചേകവർ ചുരിക ചുഴറ്റി പ്രകടനം നടത്തുന്നത് കാണാൻ തീർച്ചയായും രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഏറെ കാണികൾ ഉണ്ടാകും. സ്വാഭാവികമാണ്. ആരും മോശക്കാരല്ല. മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർത്തി വീരാംഗനയായി ആദ്യം തന്നെ കളം നിറഞ്ഞത് അഭിനയ ഉണ്ണിയാർച്ചയായ ശ്രീമതി കെ കെ ശൈലജയാണ്. ശൈലജ ടീച്ചർ എന്ന സ്നേഹപൂർവ്വം ആളുകൾ വിളിക്കുന്ന കോവിഡ് കാലഘട്ടത്തെ കേരളത്തെ താങ്ങി നിർത്തിയ സാന്ത്വനമായ ശ്രീമതി ശൈലജ ടീച്ചർ പക്ഷേ വെറും ഒരു രാഷ്ട്രീയ നേതാവായി മാത്രമല്ല കാണുന്നത്. CPM-ൽ ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ ആര്? പിണറായി വിജയനേക്കാൾ തലപ്പൊക്കത്തിൽ പോകാൻ കഴിയുന്ന ഒരു നേതാവുണ്ടോ എന്ന ആഭ്യന്തരമായ CPM-നുള്ളിലെ ആഭ്യന്തരമായ അന്വേഷണത്തിൽ മുന്നിൽ നിൽക്കുന്ന മുഖമാണ് ശ്രീമതി ശൈലജ ടീച്ചറിൻ്റെത്. അതാണ് ശൈലജ ടീച്ചറിന്റെ പ്രസക്തി. അതുകൊണ്ടാണ് CPM-ന്റെ അകത്തളങ്ങളിൽ പൊതുസമൂഹത്തിന് സ്വീകാര്യമെങ്കിലും CPM-ന്റെ അകത്തളങ്ങളിൽ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ കൊട്ടാര സദസ്സിൽ എത്രത്തോളം സ്വീകാര്യയാണ് ശൈലജ ടീച്ചർ? അത് ചോദ്യമാണ്. ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ വേണ്ടിയാണോ കഴിഞ്ഞ പ്രാവശ്യം P ജയരാജനെ കൊണ്ടുവന്ന മഹാമല്ലനായ PJ ആർമി പോലുമുള്ള P ജയരാജനെ കടത്തനാടൻ മണ്ണിൽ കൊണ്ടുവന്ന് വീരമചരമം അറിയാൻ വിധിക്കപ്പെട്ട P ജയരാജൻ, ആ P ജയരാജന്റെ ചിതയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരാൻ ഒരു വീരാംഗനയായ ശൈലജ ടീച്ചറിന് കഴിയുമോ എന്നത് പ്രസക്തമായ ചോദ്യമാണ്. ആ അടിയൊഴുക്ക് അവിടെ സൂചിപ്പിച്ചു വെക്കുന്നു. രണ്ടാമത്തെ ചേകവർ ഈ മറ്റൊരു മണ്ണിൽ നിന്നും പറന്നിറങ്ങിയതാണ്. പാലക്കാട്ട് നിന്നും ഞൊടിയിടയിൽ കെ മുരളീധരൻ വെക്കീറ്റ് ചെയ്ത വടകര സീറ്റിൽ സിറ്റിംഗ് MP കെ മുരളീധരൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്ന വജ്രായുധമാണ് ശ്രീ ഷാഫി പറമ്പിൽ. പരാജയം എന്തെന്നറിയാതെ പാലക്കാട് മണ്ഡലത്തിൽ, കടുത്ത ഇടതുപക്ഷ മണ്ഡലം കൂടിയായ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വെന്നിക്കൊടി 3 പ്രാവശ്യം അടുപ്പിച്ച് MLA ആയ ശ്രീ ഷാഫി പറമ്പിൽ അതിശക്തനായ കാൻഡിഡേറ്റ് ആണ്. യുവ നേതാവാണ്. 40 വയസ്സിനോടടുത്തുള്ള പ്രായമുള്ള ശ്രീ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയത് പൂമാലകൾക്കും ചെണ്ടമേളത്തിനും ആരവത്തിനും ഇടയ്ക്കിലേക്കാണ്. അപ്പൊ UDF-ന് പൊതുവെയുള്ള തുറന്നു കിടക്കുന്ന ഒരു പ്രചരണ സംവിധാനം ഞൊടിയിടയിൽ തട്ടി ഉണർത്താൻ ഷാഫി പറമ്പിലിന്റെ ഉജ്ജ്വലമായ സ്ഥാനാർത്ഥത്തിന് കഴിഞ്ഞു എന്നത് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ 3ാം സ്ഥാനത്തുള്ളയാളും പ്രബലൻ തന്നെയാണ് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായ പ്രഫുൽ കൃഷ്ണ. വളരെയധികം പ്രസക്തിയുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. പക്ഷെ ഓർക്കുക, ഭാരതീയ ജനതാ പാർട്ടിക്ക് 6%, 7%, 8%-ലധികം വോട്ട് അവിടെ ഇല്ല എന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കാട്ടുന്ന ഒരു ചിത്രം. മുൻകാലങ്ങളിൽ ആ 7%-ൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച 7%-ൽ നിന്ന്, അതായത് 70,000, 80,000 വോട്ടിൽ നിന്നും ഒരു 1,20,000 വോട്ടിലേക്ക് ഉയർത്താൻ, ഒരു 12%-ലേക്ക് ഉയർത്താൻ തീർച്ചയായും പ്രഫുൽ കൃഷ്ണന് സാധിക്കും, സംശയമില്ല. പക്ഷെ അതാരുടെ വോട്ടാണ് ചോർത്തുന്നത്? BJP ഇപ്രാവശ്യം ഉറപ്പായി മോദി മാജിക്കിൽ ഉറപ്പായി അധിക വോട്ടുകൾ പിടിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അങ്ങനെയെങ്കിൽ BJP പിടിക്കുന്ന അധിക വോട്ടുകൾ ശൈലജ ടീച്ചർക്ക് ലഭിക്കാവുന്ന വോട്ടുകളാണോ അതോ ഷാഫി പറമ്പിലിന് പോകാവുന്ന വോട്ടുകളാണോ? അത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. പൊതുവെ തീയ സമുദായം വളരെ പ്രബലമായ ഭാഗമാണ്. മലബാർ മേഖല മുഴുവൻ, കണ്ണൂർ, കാസർഗോഡ്, വടകര മണ്ഡലങ്ങളിലൊക്കെ തീയ സമുദായത്തിന് നിർണായക സ്വാധീനമുണ്ട്. ആ തീയ സമുദായത്തിന്റെ വോട്ടുകളുടെ ഒരു നല്ല ഭാഗം ഇടതുപക്ഷത്തേക്കാണ് പോകുന്നത്. പക്ഷെ ഒരു ഹൈന്ദവ ദേശീയതയുടെ ചിറകിലേറി അതിലെ ചെറിയ വോട്ടുകളെങ്കിലും, കടുത്ത രാഷ്ട്രീയ വോട്ടുകളല്ല, അല്ലാത്ത ചെറിയ വിഭാഗമെങ്കിലും BJP പക്ഷത്തേക്ക് ചെരിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് ബുദ്ധിമുട്ടായി വരാം, ശൈലജ ടീച്ചറിന് ബുദ്ധിമുട്ടായി വരാം. അതാ ഒരു കാര്യം. 2, മുസ്ലിം സമുദായത്തിന്റെ വോട്ട്. ഏറെക്കാലമായി മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു കയറാൻ, പടർന്നിറങ്ങാൻ LDF അതിഭയങ്കരമായ ശ്രമമാണ് നടത്തുന്നത്. കാരണം ഈഴവ കമ്മ്യൂണിറ്റിയുടെ പിൻബലവും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പിൻബലവും ഉണ്ടെങ്കിൽ കേരളം പിന്നെ തൊടാനൊക്കില്ല, മറ്റാർക്കും തൊടാനൊക്കില്ല എന്ന CPM-ന് ഒരു വിശ്വാസം. ആ വിശ്വാസത്തിന്റെ ഉരകല്ല് കൂടിയാണ്. 30% വോട്ടാണ് മുസ്ലിം വിഭാഗത്തിന് അവിടെ ഉള്ളത്. ആ വടകരയിലെ മുസ്ലിങ്ങൾ ഒരേ രീതിയിൽ ചിന്തിക്കണമെന്നില്ല. തീർച്ചയായും UDF-നും LDF-നുമായ ആ വോട്ടുകൾ ചെതറും. BJP-യിലേക്ക് പോവില്ല, ഉറപ്പാണ്, മുസ്ലിം വോട്ടാണ്. പക്ഷെ UDF-ലേക്കും LDF-ലേക്കും പോകുമ്പോൾ കോൺഗ്രസിന്റെ ഏക മുസ്ലിം കാൻഡിഡേറ്റ്, ആകെ UDF-ന് 3 മുസ്ലിം കാൻഡിഡേറ്റ് ആണുള്ളത്, അതിൽ 2 മുസ്ലിം ലീഗിന്റെ ആണ്. ഏക കോൺഗ്രസിന്റെ മുസ്ലിം മുഖം, അതൊരു പുരോഗമനവാദിയായ മുസ്ലിം മുഖം. ഈ മുഖത്തിലേക്ക് എല്ലാ മുസ്ലിം വിഭാഗങ്ങളും, സമസ്ത ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും, മുസ്ലിം ലീഗിന്റെ പിന്തുണ, വലിയ തോതിലുള്ള പിന്തുണയാണ് മുസ്ലിം ലീഗിന്റെ ലഭിക്കുന്നത്. അവിടെ മുസ്ലിം ലീഗിന് മേരോട്ടമുള്ള മണ്ഡലമാണ്.
ഇത് ലഭിച്ചാൽ ഷാഫി പറമ്പിലിന് ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ നിന്നും തുടങ്ങാൻ സാധിക്കും. അതുകൊണ്ട് ഷാഫിയെ എഴുതി തള്ളാനാവില്ല. ശൈലജ ടീച്ചർ മഹാമേര് പോലെ നിൽക്കുന്നു. പ്രഫുൽ കൃഷ്ണയുടെ വോട്ട് വളരെ പ്രസക്തമാണ്. ഇവിടെയാണ് അടിയൊഴുക്കുകൾ ഏറ്റവും പ്രധാനം ആരോപണ പ്രത്യാരോപണങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഈ TP ചന്ദ്രശേഖരന്റെ ദേഹത്ത് വീണ 51 വെട്ടുകൾ, ആ വെട്ടിന്റെ കണക്കുകൾ പല തെരഞ്ഞെടുപ്പിലും UDF തീർത്തു കഴിഞ്ഞു. TP ചന്ദ്രശേഖരന്റെ പ്രിയപത്നി KK രമ തന്നെ സ്ഥാനാർത്ഥിയായി വടകരയിൽ LDF-നെ മലർത്തിയടിച്ച കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റവും ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നത്, എതിർത്ത് സംസാരിക്കുന്നതും KK രമയാണ്. പാർലമെന്റ് നിയമസഭയ്ക്കുള്ളിൽ കൊടുങ്കാറ്റായി ശ്രീമതി KK രമ ആഞ്ഞടിക്കുന്നത് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. KK രമയുടെ സാന്നിധ്യം UDF-ന് നൽകുന്ന പിൻബലം തീരെ കുറവല്ല. RMP കൊണ്ടുവരുന്ന ഒഞ്ചിയം ഏറാമല മേഖലയെ വടകരയിൽ കൊണ്ടുവരുന്ന വോട്ടുകൾ നിർണായകമാണ്. അത് ഒരു വശം. മറുവശത്ത് ഇവിടെ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നു. പാനൂർ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നു. അതിൽ ജീവഹാനി സംഭവിച്ചത് ഒരു CPM പ്രവർത്തകനാണ്. ഇവിടെ ബോംബ് രാഷ്ട്രീയം വീണ്ടും CPM കൊണ്ടുവരുന്നു. സമാധാനപരമായ അന്തരീക്ഷം കലുഷിതമാക്കാൻ CPM ബോധപൂർവമായ ശ്രമം നടത്തുന്നു എന്ന ഒരു ചിന്താഗതി വളരെ പ്രബലമാണ്. അതുപോലെ സിദ്ധാർത്ഥന്റെ കൊലപാതകം, SFIയുടെ നേർവാഴ്ച, ഇതെല്ലാം തന്നെ നെഗറ്റീവായി ശൈലജ ടീച്ചറെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന, ബാക്ക്ഫുട്ടിൽ നിൽക്കുന്ന അവസരത്തിലാണ് വീണ് കിട്ടിയ ഒരു അവസരം പോലെ സൈബർ ആക്രമണം, ശൈലജ ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം നടന്നിരിക്കുന്നു. വളരെ മോശമായ രീതിയിൽ ഒരു സ്ത്രീയെ എത്രത്തോളം മോശമാക്കാമോ അത്രത്തോളം മോശമാക്കുന്ന രീതിയിൽ സൈബർ ഇടങ്ങളിൽ ചിത്രീകരണം നടന്നിരിക്കുന്നു. മോർഫ് ചെയ്ത ചിത്രങ്ങൾ നടന്നിരിക്കുന്നു. ആ ചിത്രങ്ങൾ താഴെ വളരെ മ്ലേച്ഛമായ അടിക്കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈ അടിക്കുറിപ്പുകളും ചിത്രങ്ങളും എല്ലാം തന്നെ ഷാഫി പറമ്പിലിന്റെ അറിവും സമ്മതത്തോടു കൂടിയും ചെയ്തു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇടതുപക്ഷം നടത്തുന്നത്. അങ്ങനെയല്ല, എക്കാലത്തും സൈബർ ആക്രമണങ്ങളിൽ മുന്നിൽ നിന്നത് CPM-ഉം CPM-ന്റെ സൈബർ ആർമിയുമാണ് എന്ന ഷാഫി പറമ്പിലിന്റെ പ്രചരണം നയിക്കുന്നത് 2 വനിതകളാണ്. ഓർക്കുക, 2 ധീര പുരുഷന്മാരുടെ വനിതകളാണ്. TP ചന്ദ്രശേഖരന്റെ വിധവ KK രമയും അതുപോലെ PT തോമസിന്റെ ഭാര്യ ഇപ്പോൾ MLA ആയ ഉമാ തോമസും. അവർക്കെതിരെ നടന്ന ഹീനമായ സൈബർ ആക്രമണങ്ങൾ ഒന്നൊന്നായി അക്കമിട്ട് നിരത്തിക്കൊണ്ട് അതെല്ലാം ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് നടന്നതാണ്. ശൈലജ ടീച്ചർക്കെതിരെ നടന്ന ആക്രമണങ്ങൾ 20 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തുവെങ്കിലും 20 ദിവസം ഒട്ടകപ്പക്ഷി തല പൂഴ്ത്തി മണ്ണിൽ നിൽക്കുന്നത് പോലെ പിണറായി വിജയന്റെ പോലീസ് എവിടെയായിരുന്നു എന്ന ചോദ്യം കൂരമ്പുകൾ പോലെ LDF-ന്റെ മേൽ പതിക്കുന്നു. ഇതിന് മറുപടി പറയാൻ ശൈലജ ടീച്ചർ നിർബന്ധിതരാകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് സൈബർ ആക്രമണത്തെ അനുകൂലമായി തിരിക്കാൻ ഒരു ശ്രമം നടത്തുമ്പോഴും മറുവശത്തെ അതിശക്തമായ പ്രതിരോധം തീർക്കാൻ UDF-നാവുന്നുണ്ട് എന്നതാണ് കറക്റ്റ്. അതുകൊണ്ട് വിഷയങ്ങളുടെ ധാരാളിത്വമാണ് വടകരയിലെ പ്രത്യേകത. എനിക്ക് തോന്നുന്നു കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത്, ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം സൈബർ ആക്രമണം നടന്ന സമയത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരത്തും തൃശ്ശൂരിൽ നിന്നൊക്കെ മാറി വടകരയിലേക്ക് ഒരിക്കൽ കൂടിയാണ്. LDF-ന്റെ പ്രസ്റ്റീജ് പോരാട്ടമാണ്. കണ്ണൂര്, വടകര, പാലക്കാട് സീറ്റുകൾ എന്തു വിധേനയും പിടിക്കുമെന്ന LDF-ന്റെ പ്രതിജ്ഞ അത് ഫലവത്താകണം. അത് മാത്രമല്ല, 2 ഗുണങ്ങളുണ്ട്. നെയ്യപ്പം തിന്നാൽ 2 മെച്ചം, അല്ലെ? വിശപ്പ് മടങ്ങും, മീശയും മിനുക്കാം. അതുപോലെ ശൈലജ ടീച്ചറിനെ ജയിപ്പിച്ചു വിട്ടാൽ ഒരു മെച്ചമുണ്ട്. അങ്ങ് പൊയ്ക്കോളും ഡൽഹിയിൽ. അടുത്ത മുഖ്യമന്ത്രി പദത്തിന്റെ സമയത്ത് ഡൽഹിയിൽ MP ആണ്. അതുകൊണ്ട് പിണറായി വിജയനോട് തൊട്ടുണ്ടാവില്ല ഒരു യുക്തി. രണ്ടാമത്തെ യുക്തി, ശൈലജ ടീച്ചറെ നിർത്തി തോൽപ്പിച്ചാൽ 60,000-ൽ പരം വോട്ടിന് മട്ടന്നൂരിൽ ജയിച്ചു വന്ന ഗ്ലാമറിൽ നിൽക്കുന്ന ശൈലജ ടീച്ചർ ഇവിടെ ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചറിനെ കടപുഴക്കി എറിയുകയാണെങ്കിൽ P ജയരാജന് സംഭവിച്ച അതേ ദുർഗതി ശൈലജ ടീച്ചറിന് സംഭവിക്കില്ലേ? രാഷ്ട്രീയ വിസ്മൃതിയിൽ ആ വീരാംഗന വീണു പോവില്ലേ എന്നതും പ്രസക്തമായ ചോദ്യമാണ്. അതുകൊണ്ട് ഒരുപാട് തന്ത്രങ്ങളും വെട്ടും കുതികാൽ വെട്ടും പാരവെപ്പും അടിയൊഴുക്കുകളും എല്ലാം ചേർന്ന ഒന്നാന്തരം പോരാട്ടമാണ് വടകരയിൽ നടക്കുന്നത്.